ഈ പല നടന്മാരെയും ഇനീഷ്യൽ ഫേസ് അവർ സ്ട്രഗിൾ ചെയ്ത സമയത്ത് ദിനേശ് ചേട്ടൻ കണ്ടു കാണും. പലരും പുതുമുഖങ്ങളായി വന്നപ്പം ആ സമയത്ത് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ദിനേശ് ചേട്ടൻ കണ്ടു കാണും. അന്ന് സഹായിച്ച പലരുമായിട്ട് ഇപ്പോഴും സൗഹൃദം ഉണ്ടോ? എല്ലാവരും ഉണ്ട്. കാര്യം അതും ഈ ബുക്കിലുണ്ട്. കാര്യം ഈ ടെൻഷൻ അടിക്കും അല്ലെങ്കിൽ വിട്ടുപോയി നഷ്ടപ്പെട്ടു പോകും എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഉണ്ട്. കാര്യം അപ്പോൾ ഞാൻ പറയില്ല, നിങ്ങൾ സിനിമയെ വിടരുത്, പിടിച്ചിരിക്കണം. അങ്ങനെ പിടിച്ചിരുന്ന ആൾക്കാർ കുറേ പേരുണ്ട്. അവരൊക്കെ വീണ്ടും എന്നോട് ദിനേശ് അന്ന് പറഞ്ഞൊക്കെ ഓർമ്മ ഉണ്ടാകുന്ന പറയും. കാര്യം വളരെ അവരെ പോകാതിരിക്കാൻ വേണ്ടിയുള്ള പണിയൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. ശരി. കാര്യം സിനിമ ഒരിക്കലും ആരും പറ്റിക്കില്ല, അത് ഉറപ്പ്, 100% ഉറപ്പാണ്. സിനിമ പറ്റിക്കില്ല. പക്ഷെ സിനിമയെ നമ്മൾ പറ്റിച്ചാൽ തിരിച്ച് പറ്റിക്കുകയും ചെയ്യും. അപ്പോൾ സമ്മാനം ഉറപ്പ്. അങ്ങനെയുള്ളതും കണ്ടിട്ടുണ്ടോ? അതും കണ്ടിട്ടുണ്ട്. ഞാൻ ഉപദേശിക്കാറുണ്ട്. ഒരു ആർട്ടിസ്റ്റ് രക്ഷപ്പെടും, ഒരു പടം കൊണ്ട് രക്ഷപ്പെടും, ക്ലിക്കാകും. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുമെങ്കിൽ ഞാൻ ചെന്ന് ശ്രദ്ധിക്കണം, ഇത് ഒരു പരീക്ഷണമാണ്, ഇതിൽ എങ്ങനെയാണോ പെരുമാറുന്നത്, എങ്ങനെയാണ് നിങ്ങൾ മൈൻഡ് വീണ്ടും അതുപോലെ നിർത്തുന്നത്, അതനുസരിച്ചായിരിക്കും അടുത്ത കയറ്റം. അതിനുശേഷം നല്ല ആകുന്നു. പക്ഷേ മാറും. മാറുന്ന കാണും. ഇതിൽ ആരും മാറാതിരുന്നിട്ടില്ല, എല്ലാവരും മാറും. മാറാതിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അവരുണ്ട്, സൂപ്പർ സ്റ്റാർ ഉണ്ട്, അവർ വേറെ ലെവലാണ്. നമുക്ക് അത് അളക്കാൻ പറ്റില്ല. 2 പേര് അളക്കാൻ പറ്റില്ല. അത് വേറെ ലെവലാണ്. അത് പഠിക്കണം. എന്തുകൊണ്ടാണ് അവരിപ്പോഴും ആ സൂപ്പർ സ്റ്റാറിൽ തന്നെ നിൽക്കുന്നത്? അവർ കഷ്ടപ്പെട്ട് തന്നെയാണ്. ആ ഡെഡിക്കേഷനാണ്. ഞാൻ എപ്പോഴും പറയും, സിനിമാക്കാരെ സ്നേഹിക്കണം, സിനിമയെ സ്നേഹിച്ചാൽ മതി. ഇപ്പോൾ മമ്മൂക്കയിലും മോഹൻലാലും അങ്ങനെ തന്നെ. സിനിമ വെച്ചാൽ സിനിമയെ ഒന്നും വേണ്ട, സിനിമയിൽ നിന്നൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. സിനിമ പക്ഷെ തരും. പക്ഷേ നമുക്ക് അത് പോരാന്നാണ് പറഞ്ഞത്. അത് പോരാതെ വരുമ്പോൾ നമ്മൾ സിനിമയുടെ ഭാഗമായി സിനിമയെ നമ്മുടേതാണ് സിനിമ തോന്നലുണ്ടാകുമ്പോൾ സിനിമ നമ്മൾ തള്ളിക്കളയും. അത് എല്ലാ ജോലിക്കും അത് പ്രശ്നമാണ്, സിനിമയിൽ കൂടുതലാണ്.